പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നിയമസഭയിൽ നടക്കുകയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തലേ ദിവസം അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുവാദം നൽകുകയും അതിനെ തുടർന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. നമുക്കറിയാം, ആ ചർച്ചകൾക്ക് കാരണമായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിഭീകരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരികയും അത് മാധ്യമങ്ങളിലെല്ലാം സുജിത്ത് എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഒരു കൂട്ടം നരാധമന്മാരായിട്ടുള്ള പോലീസുകാർ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഏതാണ്ട് 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അത് പിന്നെ വലിയ വിവാദമായി. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പോലീസ് മർദ്ദനത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ പുറത്തു വന്നതും നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്, ഈ ക്രൂരമർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിയമസഭയിൽ ചർച്ചയൊക്കെ നടന്നു എങ്കിലും ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാനുള്ളത്. ഈ പിണറായി സർക്കാരിന് കീഴിൽ ഇനിയും പോലീസ് മർദ്ദനങ്ങൾ തുടരും. ഇത് തടയപ്പെടില്ല. ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ തുടരും എന്നാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് ചോദിക്കാം, ഇതിനെക്കുറിച്ച് ഇത്ര വലിയ ചർച്ചകൾ നടന്നു, പൊതുമണ്ഡലത്തിലും ഇതിനെക്കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നു, നിയമസഭയിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള മർദ്ദനങ്ങൾക്ക് ഒരു അറുതി വരില്ലേ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. പക്ഷെ അതൊരിക്കലും വരില്ല എന്നാണ് എനിക്ക് വളരെ വേദനയോടുകൂടിയാണെങ്കിലും എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ വളരെ ക്രൂരനായിട്ടുള്ള, വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള മനസ്സുള്ള ഒരു മനുഷ്യനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഭരണാധികാരി വളരെ ഈ പറഞ്ഞതുപോലെ റൂത്ത്ലെസ് ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരു മനുഷ്യനാണ് എന്നതാണ്. അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ക്രൂരമായ മനസ്സുള്ള ഒരു മനുഷ്യൻ. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആ അർത്ഥത്തിൽ ഒരിക്കലും ഇല്ല. ഇങ്ങനൊരു ക്രൂരമായിട്ടുള്ള പീഡനം ഒരു പോലീസ് സ്റ്റേഷൻ നടന്നതിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അങ്ങനെ പ്രതികരിക്കുമായിരുന്നു. ഒരു സംശയമില്ല, ഉമ്മൻചാണ്ടി അതിന് മാപ്പ് പറയുമായിരുന്നു ജനങ്ങളോട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പിണറായി വിജയൻ ഇവിടെ എന്താ ചെയ്തത്? പിണറായി വിജയൻ ചെയ്തത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ നടന്നത് UDF-ന്റെ കാലത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോലീസിന് വീണ്ടും പരോക്ഷമായ പിന്തുണ കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടികൾ എടുക്കാൻ എന്തായിരുന്നു തടസ്സം? ഈ പോലീസുകാരെല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ എന്തായിരുന്നു തടസ്സം? ഈ ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഒരു മാപ്പ് പറയുന്നതിൽ എന്തായിരുന്നു തടസ്സം? ഒരു തടസ്സവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന ഭരണാധികാരി കാരുണ്യവാനായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരിക്കും. അത് ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരായിരുന്നെങ്കിൽ, പക്ഷേ VS ആയിരുന്നെങ്കിൽ പോലും ഇത് വെച്ച് പൊറുപ്പിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. VS അച്യുതാനന്ദനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുമ്പോൾ ആ സമയത്ത് ആ നിമിഷം ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുമായിരുന്നു. ഇനി ഇങ്ങനെ ചെയ്താൽ നിന്റെ കാക്കി കുപ്പായത്തിൽ നീ കാണില്ല എന്ന് VS വെല്ലുവിളിക്കുമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ചെയ്തത് എന്താണ് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ തുടരുമെന്നുള്ള പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അത് ഞാൻ സൂചിപ്പിച്ചു. TP ചന്ദ്രശേഖരൻ 81 വെട്ടി കൊന്നപ്പോൾ കുലംകുത്തി എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ഇപ്പോഴും ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്നിട്ടും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും പറഞ്ഞ് പിണറായി വിജയൻ അത് തള്ളിക്കളയുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി അധികാരത്തിലിരിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ തുടരും. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്താ സുഹൃത്തുക്കളെ? ഇതിങ്ങനെയൊക്കെ തുടർന്നാൽ ആ തുടർന്ന ഭരണാധികാരിയെ നിലയ്ക്ക് നിർത്താൻ ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പ്രതിപക്ഷം കേരളത്തിലുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ മർദ്ദനം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അച്ചടക്ക നടപടി എടുക്കുകയും ഈ പോലീസുകാരെ പിരിച്ചുവിടുകയും ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയല്ലായിരുന്നോ ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രി ശരിക്കും വീട്ടു തടങ്കലിലാക്കില്ലായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിലല്ല. ഒരു ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരെ അവർക്കൊരു നടപടി എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷം പറയേണ്ടിയിരുന്നത്? ആഭ്യന്തരമന്ത്രിയല്ലേ പിണറായി വിജയൻ? അയാൾക്കല്ലേ ഉത്തരവാദിത്വം? അത് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? 1. 2, ഈ മർദ്ദനം നടന്ന സമയത്ത് ഈ സുജിത്ത് എന്ന് പറഞ്ഞ ചെറുക്കൻ എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി നടന്നതാണ്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പലിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരെ എല്ലാം കണ്ടിട്ട് പറഞ്ഞത് ഇതുപോലത്തെ ഭീകരമായിട്ടുള്ള മർദ്ദനം എനിക്ക് ഏറ്റതാണെന്ന് പറഞ്ഞിട്ട് അവരാരും മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതിന്റെ പേരിൽ അവർ ഇറങ്ങുന്നത്. അപ്പൊ അവരെ കാശിന് കൊള്ളില്ല. അവർക്ക് ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ 10-ാം തീയതിയോ മറ്റോ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ നടന്നു. ഒരു പത്രത്തിലൊരു വാർത്ത പോലും കണ്ടില്ല സുഹൃത്തുക്കളെ, ഒരു വാർത്ത പോലും കണ്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ തുടരും. ഇത് അവസാനിക്കണമായിരുന്നെങ്കിൽ നിയമസഭയിൽ പോയി ഗ്വാഗ്വാവിളി നടത്തുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത് അവസാനിക്കണമായിരുന്നെങ്കിൽ തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, തെരുവുകളെ കത്തിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും
ജനങ്ങളെ സംഘടിപ്പിച്ച് അണിനിരത്താൻ ഈ UDF കഴിയണമായിരുന്നു. കാരണം ജനങ്ങൾ മുഴുവൻ ഇതിന് എതിരാണ്, പൊതുമണ്ഡലം മുഴുവൻ ഇതിനെതിരാണ്. മാധ്യമങ്ങളിൽ വന്ന പിന്നെ വാർത്തകൾ നോക്കൂ, അവരെല്ലാവരും ഇതിന് ജനങ്ങൾ മുഴുവൻ ഇതിനെതിരാണ്. അതുകൊണ്ട് ഈ എതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളെ സ്തംഭിപ്പിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കോൺഗ്രസിന് കഴിയണമായിരുന്നു, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയണമായിരുന്നു. അതിൽ അതിദയനീയമായി അവർ പരാജയപ്പെട്ടു. അതിദയനീയമായി പരാജയപ്പെട്ടത് കൊണ്ട് ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇതിനിയും നിർബാധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ക്രൂരനായിട്ടുള്ള ഭരണാധികാരി മുഖ്യമന്ത്രിയായി തുടരുന്നിടത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കും. എന്ത് വൃത്തികേട് ചെയ്താലും പിന്നെ തങ്ങളെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ള അഹങ്കാരം ഉള്ളിടത്തോളം പോലീസുകാരൻ ഇനിയും പാവപ്പെട്ടവനെ പിന്നെ ക്രൂരമായും നീചമായും മർദ്ദിച്ചുകൊണ്ടിരിക്കും. മറുവശത്ത് ഇത് തടയാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്യാനുള്ള ശക്തി, ആർജവം, ഇച്ഛാശക്തി ഇതൊന്നും പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ടും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ക്രൂരമായ മർദ്ദനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോലീസുകാർ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി ഇവിടെ അധികാരത്തിലുണ്ട് എന്നുള്ളതും മറുഭാഗത്ത് വരി ഉടയ്ക്കപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടും ആണ്.